പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരരെ, വേനി സാങ്ക്ടെ സ്പിരിറ്റുസ് കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെ വരിക എന്ന ഈ പെന്തക്കോസ്ത ഒരുക്ക ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സേവ്യർ വട്ടായിലച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ ലോകമെമ്പാടുമുള്ള AFCM ശുശ്രൂഷകരോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള സ്വർഗീയ മധ്യസ്ഥം നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. AFCMന്റെ പ്രത്യേക മധ്യസ്ഥരായിട്ടുള്ള വിശുദ്ധ ഗീവർഗീസിന്റെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ, വിശുദ്ധ ബെനഡിക്റ്റിന്റെ, വിശുദ്ധ ഡൊമിനിക്കിന്റെ, വിശുദ്ധ അമ്മ ത്രേസ്യായുടെ, വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസിന്റെ, വിശുദ്ധ ചാവറയച്ചന്റെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥവും അവരിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഓഹരിയും നാം ഓരോരുത്തരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അതിനുവേണ്ടി തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ആത്മാവിൽ വളരുന്ന കൂട്ടായ്മകൾ, ആത്മാവ് വളർത്തുന്ന കൂട്ടായ്മകൾ, ആത്മാവിൽ വളർന്ന് ആത്മീയ വരങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുന്ന കൂട്ടായ്മകളുടെ പ്രത്യേകമായിട്ടുള്ള ചില സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പേജുകളിലൂടെ കടന്നുപോയി നമുക്കൊന്ന് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോ ഉത്ഥാനം ചെയ്തതിന് ശേഷം ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ അത്യധികം ആഹ്ലാദിച്ചു. ഈശോ പറഞ്ഞു അവരോട്, ആഹ്ലാദിച്ചു കൊണ്ടിരുന്ന അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ ഇന്ന് നമ്മളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഉത്ഥിതനായ ഈശോ നമ്മളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. കാരണം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ശുശ്രൂഷ ദൗത്യം, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ജോലി, ഞാൻ 3 വർഷം ഈ ഭൂമിയിൽ ചെയ്ത ശുശ്രൂഷയെ തുടരേണ്ടത് നിങ്ങളാണ്. ഇനി ലോകത്തിന്റെ അതിർത്തികൾ വരെ, യുഗാന്ത്യം വരെ ഈ സുവിശേഷത്തിന്റെ സന്ദേശം എത്തിക്കേണ്ടത് നിങ്ങളാണ്. അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. നിങ്ങൾക്കൊരു സഹായകനെ ആവശ്യമുണ്ട്. ആ സഹായകനെ സ്വർഗത്തിൽ നിന്ന് ഞാൻ അയക്കും. ഞാൻ പോകുന്നത് കൊണ്ടാണ് ആ സഹായകൻ വരുന്നത്. ഞാൻ കുരിശുമരണത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ആ സഹായകൻ വരുന്നത്. പിതാവിൽ നിന്നും, പിതാവ് എനിക്ക് തന്നിട്ടുള്ള എല്ലാത്തിൽ നിന്നും എടുത്ത് ആ സഹായകൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സഹായകനായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ശിഷ്യഗണത്തോട് ഈശോ പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, പന്തക്കൊസ്ത ദിനത്തിൽ അന്ന് സ്വീകരിച്ച പരിശുദ്ധാത്മാവ് പന്തക്കൊസ്ത ദിനത്തിൽ, പ്രിയപ്പെട്ടവരെ, ഉത്ഥിതനായ ഈശോ ഉത്ഥാന ദിവസം, ഈസ്റ്റർ ദിവസം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഉത്ഥാന ദിവസം അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിനെന്ന്. അന്ന് അടച്ചിട്ട മുറികളിൽ ശ്ലീഹന്മാർ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് ഇതാ തുറന്നിട്ട മുറികളിൽ ലോകത്തിന്റെ മുഴുവൻ മുൻപിൽ വെച്ച് പരിശുദ്ധാത്മാവ് അവരിൽ ഉജ്ജ്വലിക്കുന്നു. അവർ പരിശുദ്ധാത്മാവിന് നിറഞ്ഞവരാകുന്നു. പരിശുദ്ധാത്മാവ് പ്രകടമായ അടയാളങ്ങളോടെ അവരിൽ പ്രവർത്തിക്കുന്നു. അഗ്നി നാവുകളായി അവർക്ക് കാണപ്പെടുന്നു. അവർ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കൊടുങ്കാറ്റിന്റെ ആരവം ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, അവർ പല ഭാഷകളിൽ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിതറിക്കപ്പെട്ടു പോയ മനുഷ്യൻ, ബാബേൽ ഗോപുരത്തിന്റെ കഥ നമുക്കറിയാം. അന്ന് പല ഭാഷകൾ സംസാരിച്ച് ചിതറിക്കപ്പെട്ടു പോയി. അവർ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാൻ ആഗ്രഹിച്ചു. അവർ ദൈവത്തിന്റെ സ്ഥാനം കൈക്കലാക്കാൻ ആഗ്രഹിച്ചു. അവർ ദൈവത്തെ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചു. അവർ സ്വർഗത്തെ കീഴടക്കാൻ ആഗ്രഹിച്ചു. ഇതാ ഇന്ന് സ്വർഗത്തെ കീഴടക്കാൻ നമുക്കൊരു സഹായകനെ കർത്താവായ ഈശോ മിശിഹ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നാണ് ആ സഹായകന്റെ പേര്. ആ പരിശുദ്ധാത്മാവ് ഓരോ കൂദാശകളിലൂടെ, മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കൂദാശകളിലൂടെ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ്, ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കുന്ന ദിവസമാണ് പെന്തക്കോസ്ത. പരിശുദ്ധാത്മാവിനെ പുതിയതായിട്ട് സ്വീകരിക്കുന്ന ദിവസമല്ല പെന്തക്കോസ്ത. ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ പെന്തക്കോസ്ത. ഈ പെന്തക്കോസ്ത ദിവസം പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിച്ച വ്യക്തികളാകുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സമൂഹങ്ങളാകുമ്പോൾ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന കൂട്ടായ്മകളാകുമ്പോൾ ചില മാറ്റങ്ങൾ, ചില പ്രത്യേക ഘട്ടങ്ങളിലൂടെ, വളർച്ചയുടെ ചില പ്രത്യേക പടവുകളിലൂടെ നമ്മൾ കടന്നു പോകും. ആ പടവുകൾ ഏതൊക്കെയാണ് എന്ന് ഒരു നിമിഷം നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 43-ാം വാക്യത്തിൽ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു അധ്യായത്തിലേക്ക് സംഗ്രഹിച്ചാൽ അത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായമാകും. അതിന്റെ അവസാനത്തെ വാക്യം 47-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, അവർ ദൈവത്തെ സ്തുതിക്കുകയും
എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അനുദിനം അവരുടെ ഗണത്തിലേക്ക് ചേർത്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, ഏതെങ്കിലും മിനിസ്ട്രികളിൽ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കൂട്ടായ്മകളുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയ്ക്ക് ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ ഇത് എഴുതി വെക്കും. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അനുദിനം അവരുടെ കൂട്ടത്തിൽ ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രക്ഷ പ്രാപിക്കുന്നവർ അനുദിനം നമ്മുടെ കൂടെ ചേർന്നുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 43-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, സിഹിയോൻ മാളികയിൽ അപ്പർ റൂമിൽ വെച്ചിട്ട് അവര് പല ഭാഷകളിൽ സംസാരിച്ചു. അതൊരു വലിയ അത്ഭുതമായിട്ട് ലോകം കണ്ടു. എന്നാൽ അതിനേക്കാൾ വലിയൊരു അത്ഭുതം ആ മാളികയ്ക്ക് പുറത്തു നിന്നു. അവിടെ പല ഭാഷകൾ സംസാരിക്കുന്നവര്, പല ദേശക്കാര്, പല നാഷണാലിറ്റി ഉള്ളവര്, പല വർഗങ്ങളിൽ നിന്ന് വന്നവര്, പല രീതിയിൽ വസ്ത്രം ധരിക്കുന്നവര്, പല രീതിയിൽ വിശ്വസിക്കുന്നവര്, പല രീതിയിൽ ആരാധിക്കുന്നവര്, പലതരത്തിലുള്ള വ്യത്യാസങ്ങളുള്ള ആയിരക്കണക്കിന് ആളുകൾ ഗലീലിയക്കാരായ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് അവരുടെ സ്വന്തം ഭാഷയിൽ കേട്ടു. പ്രിയപ്പെട്ടവരെ, അപ്പർ റൂമിനുള്ളിൽ പല ഭാഷകളിൽ സംസാരിക്കുന്ന ഒരു അത്ഭുതം നടക്കുമ്പോൾ അപ്പർ റൂമിന് പുറത്ത് പല ഭാഷകളിൽ കേൾക്കുന്ന ഒരു അത്ഭുതം നടക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ കൂട്ടായ്മയിലുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. ഇത് വളരെ സ്മൂത്തായിട്ട് ശുശ്രൂഷകൾ നടക്കുന്ന ഒരു സ്റ്റേജിലേക്ക് അവർ കടന്നു ചെല്ലുക. അവർക്ക് ആരോടും പരാതിയില്ല, അവരെക്കുറിച്ചും ആർക്കും പരാതിയില്ല. പുരോഹിതർക്ക് അവരെക്കുറിച്ച് പരാതിയില്ല, സദുക്കായർക്ക് അവരെക്കുറിച്ച് പരാതിയില്ല, ഫരിസേയർക്ക് പരാതിയില്ല, റോമാക്കാർക്ക് പരാതിയില്ല, ഒരു കൂട്ടർക്കും അവരെക്കുറിച്ച് പരാതിയില്ല. അവരെല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാകുന്ന ഒരു കൂട്ടായ്മയാണ് അവര്. അവിടെ രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അനുദിനം അവരുടെ കൂട്ടത്തിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഓർക്കണം, എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഈശോയുടെ കൽപ്പന എന്താണ്? നിങ്ങൾ ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും പോയി എനിക്ക് സാക്ഷ്യം വഹിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്മൂത്തായി പോകുന്ന കൂട്ടായ്മ ജെറുസലേമിൽ നിൽക്കുക. ഈ ജെറുസലേമിൽ നിന്ന് ഇവരെ യൂദയായിലേക്ക് പോകണം, യൂദയായിൽ നിന്ന് സമരിയായിലേക്ക് പോകണം, സമരിയായിൽ നിന്ന് ലോകത്തിന്റെ അതിർത്തികൾ വരേക്ക് പോകണം. പരിശുദ്ധാത്മാവ് അടങ്ങിയിരിക്കുന്നില്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നില്ലേ, ജലപ്പരപ്പിൽ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരുന്നുവെന്ന്. അങ്ങനെ ആ ജലത്തെ പരിശുദ്ധാത്മാവ് ഇളക്കിക്കൊണ്ടിരുന്നുവെന്ന്. അവിടെ നിന്നാണ് സൃഷ്ടികർമ്മം തുടങ്ങുന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് വന്ന് ഒന്ന് ഇളക്കും, പരിശുദ്ധാത്മാവ് വന്ന് ഒന്ന് കുലുക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇളകുന്ന, ഒന്ന് കുലുകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മിനിസ്ട്രികള്, നമ്മുടെ ശുശ്രൂഷകള്, നമ്മുടെ കൂട്ടായ്മകള് ഇവിടെ കടന്നു പോകുവാൻ തുടങ്ങുകയാണ്. എല്ലാ കാര്യങ്ങളും സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ അംഗമാണോ നീ? ഇളകാൻ തയ്യാറാവുക. എല്ലാ കാര്യങ്ങളും ക്രമമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മിനിസ്ട്രിയുടെ ഭാഗമാണോ നീ? ഒന്ന് കുലുങ്ങാൻ തയ്യാറാവുക. നിന്റെ കുളം കുലുങ്ങാൻ പോവുകയാണ്, നിന്റെ ജലം കുലുങ്ങാൻ പോവുകയാണ്, നീ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഇന്ന് സ്വർണ്ണ വെള്ളി എന്ന് പറയുന്ന ആ ഒരു വലിയ സംഭവം അവിടെ കാണും. പത്രോസും യോഹന്നാനും മുടന്തനായ ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയും നാളും അവർ കൂട്ടായ്മകളിലായിരുന്നു, അവർ പ്രാർത്ഥനകളിലായിരുന്നു. ഇതാ പ്രകടമായിട്ടുള്ള ഒരു അത്ഭുതം, ഒരു അടയാളം സംഭവിക്കുന്നു. പത്രോസ് അവനോട് പറഞ്ഞു, എന്റെ നേരെ നോക്കുക എന്ന്. ഇതാ പത്രോസ് തന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി ഉപയോഗിച്ച് ഒരു ശുശ്രൂഷ നിർവഹിക്കാൻ പോവുകയാ. എന്റെ നേരെ നോക്കുവിനെന്ന് പറഞ്ഞ് ഒരുവന് ഇതാ ഒരു സൗഖ്യം കൊടുക്കാൻ തുടങ്ങുന്നു. അതൊരു വലിയ ജനക്കൂട്ടത്തിന്റെ ശുശ്രൂഷയായിട്ട് മാറുന്നു. അനേകർ അവരെ പിന്തുടരുന്നു. അവർ വലിയ പബ്ലിക് ആയിട്ടുള്ള വിറ്റ്നസിംഗ് നടത്തുന്നു. അവരുടെ കൂടെ ആളുകളുടെ എണ്ണം കൂടുന്നു എന്ന് കാണുമ്പോൾ ചിലർക്ക് അവരോട് അസൂയ ഉണ്ടായി തുടങ്ങുന്നു. പ്രശ്നങ്ങളുടെ പലപ്പോഴും തുടക്കം ഒരു അസൂയയിൽ നിന്നാണ്. ഒരു മിനിസ്ട്രിയിൽ ആള് കൂടുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ മിനിസ്ട്രിയിൽ നിന്ന് ആള് കുറഞ്ഞു പോകുമോ എന്നുള്ള പേടിയിൽ നിന്നുണ്ടാകുന്ന അസൂയ. പക്ഷെ നോക്കൂ, ഈ അസൂയയെ പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണൂ. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും, അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 13-ാം വാക്യത്തിലാണ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. അവിടെ ഒരു വലിയ കൂട്ടായ്മയുണ്ടായി, വലിയൊരു ഇളക്കമുണ്ടായി, വലിയൊരു ജനക്കൂട്ടമുണ്ടായി.
പുരോഹിതരും സദുക്കായരും കൂടി അപ്പസ്തോലന്മാരെ ചോദ്യം ചെയ്യുവാനായിട്ട് വിളിച്ചു വരുത്തുകയാ. പത്രോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് നസ്രായനായ യേശുവിന്റെ നാമത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമാണെന്ന്. ഇവന് സൗഖ്യം കൊടുത്തത് ഞങ്ങളല്ല, യേശുവിന്റെ നാമമാണ്. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവിന്റെ നാമം, പിതാവായ ദൈവം ഉയർപ്പിച്ച യേശുവിന്റെ നാമം, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത യേശുവിന്റെ നാമം, യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് യേശുനാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന്. ഞങ്ങളല്ല, ഞങ്ങൾ വെറും ഉപകരണങ്ങൾ മാത്രം. ഇതാ ഈ ഉപകരണങ്ങളെ പുരോഹിതന്മാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഉപകരണങ്ങളോട് അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ആരുടെ നാമത്തിലാണ് ഇത് ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ഇത് കൃത്യമായിട്ട് നമുക്കറിയാം. വചനം വായിക്കുന്നെങ്കിൽ നമുക്കറിയാം. പത്രോസ് പലതവണ പറയുന്നുണ്ട് ഇത് ഈശോയുടെ നാമത്തിലാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് വ്യക്തമാണ്. പുരോഹിതന്മാർ പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്, ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇവിടെ സൗഖ്യം കൊടുക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, പത്രോസ് പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ. പുരോഹിതന്മാരുടെയും അടുത്ത് സാക്ഷ്യം കൊടുക്കുകയാണ്, യേശുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ സൗഖ്യം കൊടുത്തതെന്ന്. അത് അങ്ങനെ ധൈര്യപൂർവ്വം സാക്ഷ്യം കൊടുക്കുന്നത് കണ്ടപ്പോൾ അവർ അത്ഭുതത്തോടെ അവർ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, ഈ മനുഷ്യർ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവരാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ എല്ലാവരുടെയും സംപ്രീതിക്ക് പാത്രമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകം മനസ്സിലാക്കും നമ്മൾ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവരാണെന്ന്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ എല്ലാവരെയും സുഖിപ്പിച്ചു നിർത്തുന്നത് കൊണ്ടല്ല, നമ്മൾ ആരോടും വഴക്കിന് പോകാത്തത് കൊണ്ടല്ല, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് കൊണ്ടല്ല, അവരുടെ എല്ലാ നിർബന്ധങ്ങൾക്ക് നമ്മൾ വഴങ്ങി കൊടുക്കുന്നത് കൊണ്ടല്ല, അവർക്കെല്ലാം വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത് കാണുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കാണുമ്പോഴാണ് നമ്മൾ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവരാണെന്ന്. അപ്പോസ്തല പ്രവർത്തനം 4:13 അവർ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് അവർ ഗ്രഹിക്കും. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണക്കാരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ഇത് ഇവന്റെ കഴിവല്ല, ഇത് പത്രോസിന്റെ കഴിവല്ല, ഇത് യോഹന്നാന്റെ കഴിവല്ല. അവൻ വിദ്യാവിഹീനനാണ്, അവൻ സാധാരണക്കാരനാണ്. പക്ഷേ അവൻ കൂടെ നടന്ന ഒരു തമ്പുരാനുണ്ട്, യേശു ക്രിസ്തു, നസ്രായനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും എന്ന് ഇന്നത്തെ ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലണം. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്നും സഭയിലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി കെട്ടുപോയിട്ടില്ല. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെ ഉപകരണങ്ങളാക്കി ഉപയോഗിക്കുവാൻ. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട ശുശ്രൂഷക, നീ തയ്യാറാണോ? പരിശുദ്ധാത്മാവിന്റെ കയ്യിലെ വിദ്യാവിഹീനനായ സാധാരണക്കാരനായ ഒരു ഉപകരണമായി നിന്നു കൊടുക്കാൻ നീ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ശുശ്രൂഷ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നീങ്ങും. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ കാണുക, ഈശോയുടെ നാമത്തിലാണ് സൗഖ്യം പ്രാപിച്ചത്, ഈശോയുടെ നാമത്തിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന പുരോഹിത വർഗം അവർക്കൊരു കണ്ടീഷൻ വെക്കുക. ഇനി മേലിൽ നിങ്ങൾ ഈശോയുടെ നാമത്തിൽ സംസാരിക്കാൻ പാടില്ല, ഇനി മേലിൽ നിങ്ങൾ ഈശോയുടെ നാമത്തിൽ പഠിപ്പിക്കാൻ പാടില്ല, ഇനി മേലിൽ നിങ്ങൾ ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് പാടില്ല. പത്രോസിനോടും യോഹന്നാനോടും നിങ്ങൾ ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞ് പത്രോസിനെയും യോഹന്നാനെയും മർദ്ദിച്ചിരുന്നെങ്കിൽ അവരത് സമ്മതിച്ചു കൊടുത്തേനെ. പക്ഷേ ഈശോയുടെ നാമത്തിൽ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞത് അവർക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയാമോ? 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പത്രോസും യോഹന്നാനും അതാ പുരോഹിതരുടെ മുമ്പിൽ ഒരു ഉറച്ച തീരുമാനം, ഒരു ഉറച്ച നിലപാടെടുക്കുക. നമ്മുടെ ലീഡർഷിപ്പ്, നമ്മളുടെ ശുശ്രൂഷകള്, നമ്മൾ ഓരോരുത്തരും, നമ്മളുടെ വിശ്വാസികള് ഒരു ഉറച്ച തീരുമാനം എടുക്കണം. ഈശോയുടെ സ്നേഹം അനുഭവിച്ച വ്യക്തിയാണ് ഞാനെങ്കിൽ, ഈശോയുടെ രക്ഷ അനുഭവിച്ച വ്യക്തിയാണ് ഞാനെങ്കിൽ, ഈശോയെ കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം, ഒരു ഉറച്ച നിലപാട് നമ്മൾ എടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വീണ്ടും അഭിഷേകം കത്തിജ്വലിക്കുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മുടെ കൂട്ടായ്മകൾ കടന്നു പോകുവാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ടവരെ, 4-ാം അധ്യായം 20-ാം വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുക, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. 21 മുതലുള്ള വാക്യങ്ങൾ
അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല. കാരണം അവർ ജനത്തെ ഭയപ്പെട്ടു. എന്തെന്നാൽ അവിടെയുണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കാരണം എന്താണെന്നറിയാമോ? എല്ലാവരും ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകുമ്പോൾ ശുശ്രൂഷകനെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, എന്റെയും നിന്റെയും ശുശ്രൂഷകൾ എന്റെയും നിന്റെയും മഹത്വത്തിനാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പ്രിയപ്പെട്ടവരെ, എന്റെയും നിന്റെയും ശുശ്രൂഷകർ ആളുകൾ ദൈവത്തെ സ്തുതിക്കാൻ ഇടയാക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, പല കെടുതികളും പല പ്രതിബന്ധങ്ങളും നമ്മളുടെ ശുശ്രൂഷകളിൽ നിന്ന് മാറിപ്പോകും. 23-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ വായിക്കുന്നു: മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണിതെന്ന് ഞാൻ പറയും. പുരോഹിതന്മാരും ജനപ്രമാണികളുമായിട്ട് ഒരു സംസാരമുണ്ടായി, ഒരു തർക്കമുണ്ടായി. അവരിൽ നിന്നൊരു ഇൻസ്ട്രക്ഷൻ കിട്ടി: ഈശോയുടെ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചില കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരവരുടെ വഴിക്കും കൂട്ടായ്മയുടെ വഴിക്കും പോവുകയല്ല ചെയ്യുന്നത്. ഇവർ സ്വസമൂഹത്തിലെത്തി, എന്റെ സ്വന്തം കമ്മ്യൂണിറ്റിയില്, എന്റെ സ്വന്തം കൂട്ടായ്മയില്, എന്റെ സ്വന്തം സഹോദരരുടെ അടുത്ത്, എന്റെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ ഞാൻ കരുതുന്നത്, ഞാൻ ഒന്നിച്ച് ആരുടെ കൂടെയാണോ ശുശ്രൂഷ ചെയ്യുന്നത്, ആരുടെ കരം കോർത്ത് പിടിച്ചാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആ കൂട്ടായ്മയിലേക്ക് ചെന്ന് നടന്ന കാര്യങ്ങൾ അവരെ അറിയിക്കുകയാണ്. അവരെ അറിയിക്കുന്നത് അത് കേട്ടപ്പോൾ, അയ്യോ, എന്നാ നമുക്കൊരു പ്രകടനം നടത്താം, എന്നാ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാം, എന്നാ നമുക്ക് വാട്സപ്പിൽ കുറച്ച് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇടാം. 100 സ്വർഗസ്ഥനായ പിതാവേ, 1000 നന്മ നിറഞ്ഞ മറിയമേ, 1,00,000 വിശ്വാസ പ്രമാണം. അതൊന്നുമല്ല അവര് ചെയ്യുന്നത്. 24-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുക: അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ, അല്ലെങ്കിലും നിങ്ങൾക്ക് അത് വേണം, അല്ലെ തന്നെ അവിടെ പോയി ഷോ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അല്ലെ തന്നെ അവർ പറയുന്നത് കേട്ടാ പോരായിരുന്നോ? അവർ പുരോഹിതരല്ലേ, അവർക്ക് നമ്മുടെ മേൽ അധികാരമുള്ളവരല്ലേ, അത് കേട്ടാ പോരായിരുന്നോ? ഇപ്പൊ അങ്ങനെ കാണിക്കണമായിരുന്നോ? ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിക്കുക. അവര് രാജാവിന്റെ അടുത്ത് അപ്പീലിന് പോയില്ല, അവര് റോമൻ ഗവർണറുടെ അടുത്ത് അപ്പീലിന് പോയില്ല. അവര് ജനക്കൂട്ടത്തെ ഇളക്കി വിട്ടിട്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ ഫോഴ്സ് വേണമെന്നൊന്നും പറഞ്ഞില്ല. അവർ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. കാരണം എന്താണെന്ന് അറിയാമോ? ഇവർക്ക് ആശ്രയം ദൈവം മാത്രമേ ഉള്ളൂ. ഇവർക്ക് ആശ്രയം നസ്രാനായിട്ടുള്ള ഈശോ മാത്രമേ ഉള്ളൂ. ഇവർക്ക് ആശ്രയം ഇവരുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന് ഒരു കാര്യമേ അറിയത്തുള്ളൂ, പരിശുദ്ധാത്മാവിന് കൂട്ടായ്മയിൽ പ്രവർത്തിക്കാനേ അറിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ് അവരെ പ്രേരിപ്പിച്ചു. അവരിതാ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു: നാഥ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ: വിജാതിയർ രോഷാകുലരായതെന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്തതെന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെതിരെ ഹെരോദോസും പന്തിയോസ് പിലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഇതാ ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. കർത്താവേ, അവരുടെ ഭീഷണികളെ ശ്രദ്ധിക്കണമേ. എന്തുകൊണ്ടാണ്? അതിനാൽ ഇതാ ഇവിടെ എഴുതി വെച്ചിരിക്കുക. ഈശോയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. അവരുടെ ഇടയിൽ നടന്ന കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. അവരുടെ വിശ്വാസം അവർ പ്രഖ്യാപനം ചെയ്യുക. ഞങ്ങൾ വിശ്വസിക്കുന്നത് ക്രൂശിതനായ ഈശോയിലാണ്. ഈശോ വെറുമൊരു മരപ്പണിക്കാരനായിരുന്നില്ല. ഈശോ നീ അഭിഷേകം ചെയ്തുവിട്ട നിന്റെ സ്വപുത്രനാണ്. ദാവീദ് പ്രവചിച്ച രക്ഷകനാണ്. ആ ഈശോയിലുള്ള വിശ്വാസം കണ്ടുകൊണ്ട്, ആ ഈശോയുടെ കുരിശുമരണത്തിലുള്ള യോഗ്യത കണ്ടുകൊണ്ട്, കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ 30-ാം വാക്യത്തിൽ വായിക്കുക. 4-ാം അധ്യായം 30-ാം വാക്യം: അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. പ്രിയപ്പെട്ടവരെ, ഒരു മുടന്തനെ സുഖമാക്കിയപ്പോൾ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ 2 മുടന്തന്മാർ സുഖമായാൽ, ഒരു തളർവാദ രോഗി സുഖമായാൽ, ഒരു മരിച്ചവൻ എഴുന്നേറ്റാൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങളുടെ വഴിയെ നടക്കാതിരിക്കാനല്ല ഇവർ ശ്രമിക്കുന്നത്. ഇവർ ഈശോയുടെ നാമത്തിൽ വീണ്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്ന
സഹായിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. കർത്താവേ, ഞങ്ങളിതാ പ്രാർത്ഥിക്കുക. പാപികളായ ഞങ്ങൾ, വിദ്യാവിഹീനരായ സാധാരണക്കാരായ ഈ പത്രോസും യോഹന്നാനും മീൻ പിടിച്ച് തഴപ്പിച്ച് അവരുടെ കരങ്ങൾ നീട്ടുമ്പോൾ ഈശോയെ, നീ നിന്റെ കരങ്ങൾ തന്നെ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം പോരാ, മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിക്കണം, ഈശോയുടെ വചനം പ്രസംഗിക്കണം. അത് വെറുതെ പ്രസംഗിച്ചാൽ പോരാ, പൂർണ്ണ ധൈര്യത്തോടെ. ഇതാ വാക്യം ശ്രദ്ധിക്കണം. അവിടുത്തെ വചനം, 30-ാം വാക്യം, അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൂർണ്ണ ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിക്കുവാൻ അവർ പ്രാർത്ഥിച്ചപ്പോൾ ഇതാ വചനം എഴുതി വെച്ചിരിക്കുന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അവരെന്താണോ പ്രാർത്ഥിച്ചത് അത് തന്നെ, അവർക്ക് എന്താണോ പ്രാർത്ഥിച്ചത് അത് അതേപോലെ തന്നെ, ഒട്ടും കുറവില്ലാതെ പരിശുദ്ധാത്മാവ് അവർക്ക് പ്രദാനം ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതുവരെ ലീഡർഷിപ്പിലിരുന്നത്, ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നത്, അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്, വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ തുടങ്ങിയ 12 അപ്പോസ്തലന്മാർ. പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ടായി. ഈ ഒരു കൂട്ടായ്മയിലേക്ക് അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇതാ വചനം പ്രസംഗിക്കുന്നത് അവരെല്ലാവരും, ഇന്നലെ ശുശ്രൂഷയിൽ വന്ന കൊച്ചു കുഞ്ഞുൾപ്പെടെ അവരെല്ലാവരും. കാരണം എന്താ? അവർക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ, അവർക്കൊരു പ്രതിബന്ധമുണ്ടായപ്പോൾ അവർ ഒരുമിച്ച് കൂടി ഏക മനസ്സോടെ സൃഷ്ടാവായ ദൈവത്തെ, ഈശോയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് എന്താണ് വേണ്ടത് എന്ന് ആത്മാവ് കൊടുത്ത വിവേചന വരമനുസരിച്ച് അവർ വളരെ സ്പെസിഫിക് ആയിട്ട് ആ പ്രാർത്ഥനയിൽ പറഞ്ഞു. എന്താണെന്നറിയാമോ? അവർ 2 കാര്യങ്ങൾ അവർ സ്പെസിഫിക് ആയിട്ട് ആ പ്രാർത്ഥനയിൽ പറഞ്ഞു. 30-ാം അധ്യായം, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കണമേ. രോഗശാന്തി, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയിൽ സംഭവിക്കണം എന്നിതാ 30-ാം വാക്യത്തിൽ അവരിതാ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. രണ്ടാമത്തെ കാര്യം, അവർക്ക് അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയുടെ രണ്ടാമത്തെ ഘട്ടം, ആത്മാവ് വ്യാപരിക്കുന്ന കൂട്ടായ്മയുടെ രണ്ടാമത്തെ ലക്ഷണം, അവർക്ക് വേണ്ടത് എന്താണ് എന്ന് അവർ കൃത്യമായിട്ട് വിവേചിച്ചറിയുകയും അവർക്ക് വേണ്ടത് എന്താണ് എന്ന് അവർ കൃത്യമായിട്ട് പ്രാർത്ഥനയിൽ ചോദിക്കുകയും അവർക്ക് വേണ്ടത് എന്താണ് എന്ന് അവർ കൃത്യമായിട്ട് പ്രാർത്ഥനയിലൂടെ സ്വീകരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. എല്ലാവർക്കും രോഗശാന്തി. പത്രോസ് നടന്നു പോകുമ്പോൾ അവന്റെ നിഴലടിക്കുന്നവന് വരെ രോഗശാന്തി. പത്രോസ് തൊടണ്ട, പത്രോസ് നോക്കണ്ട, അവന്റെ നിഴലടിക്കുന്നവന് വരെ രോഗശാന്തി. ഈശോയുടെ ശുശ്രൂഷയിൽ ഏറ്റവും റിമോട്ടായിട്ട് നടത്തിയിരിക്കുന്ന രോഗശാന്തി എന്ന് പറയുന്നത്, ഈശോ ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് പറഞ്ഞപ്പോൾ ഒരു സേവകന്റെ ഭൃത്യൻ അവന്റെ ഭവനത്തിൽ സുഖം പ്രാപിച്ചു. ഇവിടെ ഇതാ പത്രോസ് ഒരു വാക്ക് പറയുന്നില്ല, പത്രോസ് നോക്കുന്നില്ല. ഈശോയുടെ ജീവിതത്തിൽ പിന്നീട് റിമോട്ടായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രോഗശാന്തി, ഒരു രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ സുഖം പ്രാപിച്ചു. ഇവിടെ ഇതാ പത്രോസിന്റെ വസ്ത്രത്തിൽ ഒരാൾ സ്പർശിക്കുന്നു പോലുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഇവരുടെ ഗുരുനാഥനില്ലേ, കർത്താവായ യേശു ക്രിസ്തുവിലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്കൊരു ഒരാളെ കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. പരിശുദ്ധാത്മാവ് ആരാണെന്നറിയാമോ? സഹായകനാണ്. ഞാൻ പിതാവിൽ നിന്ന്, പിതാവ് എനിക്കെല്ലാം തന്നിരിക്കുക, ഞാൻ പിതാവിൽ നിന്ന് എന്തൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ അതിൽ നിന്നെടുത്ത് ഇതാ നിങ്ങൾക്ക് തരുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളും അടയാളങ്ങളും വ്യാപരിക്കുമ്പോൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ, നിഴലടിക്കുന്നവർ പോലും സുഖമാകുമ്പോൾ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇതാ ഇവർ കാരാഗ്രഹത്തിൽ
യുദ്ധത്തിൽ അകപ്പെടുക. പത്രോസിനെ പിടിച്ച് ജയിലിലാക്കിയിട്ട് ജയിലിന് പരിശുദ്ധാത്മാവിനെ ജയിലിലാക്കാൻ സാധിക്കുകയില്ല. ജയിലിന് ഒരു ശരീരത്തെ, ഒരു അഭിഷേകം നിറഞ്ഞ ഒരു വ്യക്തിയെ, അവനെ ഉൾക്കൊള്ളുന്ന ഒരു ജയിലറയും ഈ ലോകത്ത് ഇന്ന് വരെ നിർമ്മിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ദൂതൻ കടന്നു വരുന്നു. 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുക: പ്രധാന പുരോഹിതരും അവനോട് ചേർന്ന് നിന്ന സദുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞിട്ട് അവരെ പിടിച്ച് ജയിലിലാക്കി. എന്നാൽ രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് എല്ലാ ജനതകളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവ് വരും. നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കൂട്ടായ്മകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. പക്ഷെ അതോടൊപ്പം നിങ്ങൾക്ക് ചില കാരാഗ്രഹവാസങ്ങളും ലഭിക്കും. ചില നിയന്ത്രണങ്ങളും നിങ്ങളുടെ കൂട്ടായ്മകളിൽ അടിച്ചേൽപ്പിക്കപ്പെടും. ചില പ്രതിബന്ധങ്ങളും നിങ്ങളുടെ കൂട്ടായ്മകൾക്ക് ഉണ്ടാകും. എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിന് സാധിക്കും, പരിശുദ്ധാത്മാവിന് സാധിക്കും. കർത്താവ് ദൂതന്മാരെ അയച്ച് അതിൽ നിന്നെല്ലാം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ: നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന്, 5-ാം അധ്യായം 17 മുതൽ 20 വരെ വായിക്കണം. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനതകളോടും നവജീവന്റെ വചനം പ്രസംഗിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നവജീവന്റെ വചനം പ്രസംഗിക്കുവാൻ വിളിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകം, നമുക്ക് ലഭിച്ചിരിക്കുന്ന കൂട്ടായ്മകള്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ കാരിസംസ് നവജീവന്റെ വചനം പ്രസംഗിക്കാൻ ഉപയോഗിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നതാണ്. ഓരോ ദാനങ്ങളും ഉപയോഗിക്കാൻ, ശുശ്രൂഷ വരങ്ങൾ ഉപയോഗിക്കാൻ, ശുശ്രൂഷ ചെയ്യുവാൻ, നവജീവന്റെ വചനം പൊതുസ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കാൻ, നവജീവന്റെ വചനം കണ്ടുമുട്ടുന്നവരോടെല്ലാം പങ്കുവയ്ക്കാൻ, ധൈര്യപൂർവ്വം വചനം പ്രസംഗിക്കാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും നിറഞ്ഞ ശുശ്രൂഷ ചെയ്യുവാൻ. പ്രിയപ്പെട്ടവരെ, നിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക: പ്രിയപ്പെട്ട ശുശ്രൂഷക, ഞാൻ നിന്റെ ഉള്ളിലേക്ക് വന്നോട്ടെ. പ്രിയപ്പെട്ട ശുശ്രൂഷക, ഞാൻ നിന്റെ ഉള്ളിൽ ഒരു അഗ്നിയായി പടർന്നോട്ടെ. പ്രിയപ്പെട്ട ശുശ്രൂഷക, ഞാൻ നിന്നെ എടുത്ത് ഉപയോഗിച്ചോട്ടെ. ഈ ലോകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളോടും കൂടി ഒരു ശുശ്രൂഷ, ഈ ലോകത്തിൽ ശക്തിയുടെ ശുശ്രൂഷ, ഈ ലോകത്തിൽ അഭിഷേകത്തിന്റെ ശുശ്രൂഷ, ഈ ലോകത്തിൽ മാനസാന്തരം ഉണ്ടാക്കുന്ന ശുശ്രൂഷ, ഈ ലോകത്തിൽ നവീകരണം ഉണ്ടാക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നതിന് എനിക്കൊരു ശുശ്രൂഷകനെ വേണം. അത് നീയാണോ? നിനക്ക് ആ ശുശ്രൂഷകനാകാമോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ആമേൻ പറയാം. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ഒരു തീയായിട്ട് കത്തിപ്പടരാൻ ആമേൻ പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് നമുക്കൊരുങ്ങാം. അങ്ങനെ ഒരുങ്ങിയ ഒരു കൂട്ടായ്മയുടെ കടന്നുപോകലുകളാണ് ഇതാ 3-ാമത്തെ സ്റ്റേജിലേക്ക് അവർ കടന്നു പോവുക. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, ജയിലിൽ പോകേണ്ടി വരുമ്പോൾ, മർദ്ദനമേൽക്കേണ്ടി വരുമ്പോൾ, പുരോഹിത പ്രമുഖരുടെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയരാകേണ്ടി വരുമ്പോൾ ഇവരിതാ ശുശ്രൂഷകൾ അവസാനിപ്പിക്കാമെന്നല്ല തീരുമാനിക്കുന്നത്. 5-ാം അധ്യായം 41-42 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പോയി ദേവാലയത്തിൽ ചെന്ന് നവജീവന്റെ വചനം പറയുവാനായിട്ട് ആഗ്രഹിച്ചു. ഇതാ എഴുതി വെച്ചിരിക്കുക: എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെയല്ല, ശനിയും ഞായറുമല്ല, തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലല്ല, എല്ലാ ദിവസവും ദൈവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും, ദൈവാലയത്തിൽ വെച്ച് ഒരു പൊതുസ്ഥലത്ത് വെച്ച് അനേകരോടും ഭവനം തോറും ചെന്ന് ഓരോ ഭവനത്തിലേക്കും കടന്നു ചെന്ന് ആ വീട്ടിലുള്ള 1, 2, 3 പേരോടും, ചിലപ്പോൾ ഒരാളായിരിക്കും, 2 ആളായിരിക്കും, 3 ആളായിരിക്കും, ആ വീടുകളിൽ എത്ര പേരുണ്ടോ അവരോടെല്ലാം യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ശുശ്രൂഷയുടെ കാതൽ ഇതാണ്: യേശുവാണ് ക്രിസ്തു, യേശുവാണ് കർത്താവ്, യേശുവാണ് രക്ഷകൻ. നമുക്കൊന്നേ പറയാനുള്ളൂ: യേശുവാണ് കർത്താവ്. ഇതെവിടെ പറയും? ഇത് ദേവാലയത്തിൽ വെച്ചും പറയും, ഭവനം തോറും ചെന്നും പറയും, വഴിക്ക് വെച്ച് ആരെയെങ്കിലും കണ്ടാൽ പറയും, ഞങ്ങളെ പിടിച്ച് കാരാഗൃഹത്തിലിട്ട് അവിടെ കാവൽ നിൽക്കുന്ന ഭടന്മാരോടും പറയും, യേശുവാണ് കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷയുടെ 3-ാമത്തെ ഘട്ടം ഇതാണ്: യേശുവാണ് കർത്താവ് എന്ന് ധൈര്യപൂർവ്വം കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളോടും പറയുന്ന രീതിയിൽ ഓരോ ശുശ്രൂഷകനും, ഓരോ കൂട്ടായ്മാംഗവും, അത് 10 വർഷമായിട്ട് നവീകരണത്തിൽ വന്ന വ്യക്തിയാണെങ്കിലും, ഇന്നലെ ഒരു ധ്യാനം കൂടി, ഇന്നലെ ഒരു ദൈവാനുഭവം ഉണ്ടായി, കൂട്ടായ്മയിൽ ഇന്നലെ കടന്നു വന്ന വ്യക്തിയാണെങ്കിലും, കണ്ടുമുട്ടുന്നവരോടെല്ലാം യേശുവാണ് കർത്താവ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അഭിഷേകത്തിലേക്ക് നമ്മുടെ കൂട്ടായ്മകളും നമ്മളും വളരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഇത് 6-ാം അധ്യായത്തില് നമ്മൾ ഇങ്ങനെ വായിക്കും: എല്ലാ ദിവസവും ഭവനം തോറും ദേവാലയത്തിലും
യേശുവാണ് കർത്താവ് എന്ന് പഠിപ്പിക്കേണ്ടി വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. മറ്റു പല കാര്യങ്ങളും ചെയ്യുവാൻ ഇവർക്ക് സമയം കിട്ടില്ല. നമ്മൾ വായിക്കും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ കൂടെ കൂടിയവര്, വിശ്വസിച്ചവര് അവർക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായിട്ട് കരുതി തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകളെല്ലാം വിറ്റ് ആവശ്യാനുസരണം ആളുകൾക്ക് വീതിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള പല ചാരിറ്റി വർക്കുകൾ അവിടെ നടക്കുകയാ, അങ്ങനെയുള്ള പല സോഷ്യൽ സർവീസുകൾ അവിടെ നടക്കുകയാ. ഇതിലൊക്കെ ഇൻവോൾവ് ആകുന്ന അപ്പസ്തോലന്മാര് കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, അവരിതിലൊക്കെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ചിലർക്ക് കൂടുതൽ കിട്ടിയെന്ന് വരും, ചിലർക്ക് കിട്ടിയില്ല എന്ന് വരും. അപ്പൊ ഇതിനെല്ലാം ഇടപെടാൻ പോയാൽ, ഈ പരാതികളെല്ലാം തീർക്കാൻ പോയാൽ, പ്രിയപ്പെട്ടവരെ, യേശുവാണ് കർത്താവ് എന്ന് പഠിപ്പിക്കുന്നതിന് നമുക്കൊരു പക്ഷേ തടസ്സങ്ങൾ നേരിടും. അതുകൊണ്ട് ഇതാ ഇവിടെ ഒരു ഡെലിഗേഷൻ നടക്കുകയാ. ഇതാ 4ാമത്തെ സ്റ്റേജ്. ചില റോളുകൾ, ചില സ്ഥാനങ്ങൾ അവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാ. അത് കഴിഞ്ഞിട്ട് അവരിതാ പറയുന്നു, 6ാമത്തെ 3-ാം വാക്യത്തിൽ പറയുന്നതിനാ, സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ, ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. അങ്ങനെ 7 പേരെ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലന്മാരെ, എന്നാൽ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നല്ല പറഞ്ഞത്. 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. ഇതാ 24/7 ശുശ്രൂഷയിലേക്ക് അവർ പോവുക. 365 ദിവസവും 24 മണിക്കൂറും ശുശ്രൂഷയിലേക്ക് അവർ പോവുക. എന്താ അവരുടെ ശുശ്രൂഷ? പ്രാർത്ഥന, വചന ശുശ്രൂഷ. പ്രാർത്ഥിച്ചൊരുങ്ങി വചന ശുശ്രൂഷ. വചന ശുശ്രൂഷ കഴിയുമ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചൊരുങ്ങി വചന ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, അതുപോലെ 24/7 ശുശ്രൂഷയിലേക്ക്, ഫുൾ ഓൺ ശുശ്രൂഷയിലേക്ക് കടന്നു പോകുന്നതിൽ നിന്ന് നമ്മുടെ കൂട്ടായ്മകളെ, നമ്മുടെ ശുശ്രൂഷ ജീവിതങ്ങളെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ചില ശുശ്രൂഷകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. എല്ലാ ശുശ്രൂഷകളും നല്ലതാണ്, പക്ഷേ എല്ലാം പടുതുയർത്തുന്നവയല്ല. പ്രിയപ്പെട്ടവരെ, എല്ലാ ശുശ്രൂഷകളും ഈ ലോകത്ത് ആവശ്യമുള്ളതാണ്, എന്നാൽ എല്ലാം എന്റെ നന്മയ്ക്കായിട്ടുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവുണ്ട്, എന്നാൽ എല്ലാ ശുശ്രൂഷകളിലും നീ ചെയ്യണമെന്ന, എല്ലാ ശുശ്രൂഷകളിലും നിന്റെ കയ്യൊപ്പ് പതിയണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചില ശുശ്രൂഷകൾ അത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളാ. ചില ശുശ്രൂഷകൾ അത് നിന്റെ പേരെഴുതി വെച്ചിരിക്കുന്ന ശുശ്രൂഷകളാ. ചില ശുശ്രൂഷകൾ അത് നീ മാത്രം ചെയ്യണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന ശുശ്രൂഷകളാ. ആ ശുശ്രൂഷകളിൽ നിന്ന് നിന്റെ ശ്രദ്ധ മാറ്റാൻ പലതരത്തിലുള്ള ശുശ്രൂഷകൾ നീ ശുശ്രൂഷ ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നവൻ നിന്റെ മുൻപിൽ കൊണ്ടുവയ്ക്കും. പരിശുദ്ധാത്മാവ് തരുന്ന ദാനങ്ങൾ ഉപയോഗിച്ച്, പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ ഉപയോഗിച്ച് വിവേചിച്ചറിയണം ഏത് ശുശ്രൂഷയാണ് നീ ചെയ്യേണ്ടതെന്നും ഏത് ശുശ്രൂഷയാണ് നീ ചെയ്യരുതാത്തതെന്നും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്യുമ്പോൾ 6-ാം അധ്യായം 7-ാം വാക്യം, ഇതുവരെ അവർക്ക് പ്രശ്നങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന പുരോഹിത വർഗമുണ്ടല്ലോ. 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാ, ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ പോലും പലരും ദൈവവിശ്വാസം സ്വീകരിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാ. 4-ാമത്തെ ഘട്ടത്തിൽ നമ്മൾ കണ്ടു, അവർ ചില ശുശ്രൂഷകൾ ചെയ്യാൻ, ചില കാര്യങ്ങൾ ചെയ്യാൻ ചിലരെ നിയോഗിച്ചു. നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മൾ ചില റോളുകൾ നമ്മൾ വിഭജിച്ചു കൊടുക്കണം. പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യാൻ എല്ലാ ആഴ്ചയും ഞാൻ തന്നെ വചനം പറയാമെന്ന്, എല്ലാ ആഴ്ചയും ഞാൻ തന്നെ പ്രാർത്ഥന ലീഡ് ചെയ്യാമെന്ന്, എല്ലാ ആഴ്ചയിലും ഈ ശുശ്രൂഷ ഞാൻ തന്നെ ചെയ്യാമെന്നുള്ള നിർബന്ധങ്ങളൊക്കെ മാറ്റിവെച്ച് ചില കാര്യങ്ങൾ മറ്റു കൂട്ടായ്മയിലുള്ള വ്യക്തികളെ കൂടി ഏൽപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഇത് അവരും വളരുന്നത് നമ്മൾ കാണുകയാ. എസ്തഫാനോസിനെ കുറിച്ചാണ് 6-ാം അധ്യായത്തിൽ കാണുന്നത്. എസ്തഫാനോസിനെ കുറിച്ച് പറയുന്നു, 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ, കൃപാവരവും ശക്തി കൊണ്ടും നിറഞ്ഞ പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു സെക്കൻഡറി ലീഡർഷിപ്പിനെ നമ്മളുടെ കൂട്ടായ്മയിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. പ്രിയപ്പെട്ടവരെ, അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടത് നമ്മളാണ്. ആൽമരത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരാകാതെ, ആൽമരത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ആൽമരം പടർന്ന് പന്തലിക്കും, പക്ഷേ ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു പുല്ലുപോലും കിളുക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മകളിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കൂട്ടായ്മയിലുള്ള സഹശുശ്രൂഷകരെ വളർത്തിക്കൊണ്ടുവരുവാൻ, അവർക്ക് അവസരങ്ങൾ കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ,
അവർക്ക് ചില ഗൈഡൻസ് കൊടുക്കുവാൻ, അവർക്ക് ഒരു മെന്ററിങ് കൊടുക്കാൻ, ഒരു ഫോർമേഷൻ കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കൊരു കടമയുണ്ട്. ആ കടമ നമ്മൾ നിർവഹിക്കുമ്പോഴാണ് ഇരട്ടി അഭിഷേകത്തോടെ 100 മടങ്ങ് ശക്തിയോടെ ദൈവരാജ്യം ഇതാ വ്യാപരിക്കുക. അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന, നമ്മളല്ല പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന ചില വ്യക്തികളെ ലോകം നോക്കുമ്പോൾ 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, സംഘത്തിൽ ഉണ്ടായിരുന്നവർ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി, അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു. ഒരു ദൈവദൂതന്റെ മുഖം പോലെ നമ്മുടെ സഹശുശ്രൂഷകരുടെ മുഖങ്ങൾ കാണപ്പെടുന്നത് ഉറപ്പുവരുത്തേണ്ടത് പ്രിയപ്പെട്ട ശുശ്രൂഷക എന്റെയും നിന്റെയും കടമയാണ്. നമ്മുടെ കൂട്ടായ്മയിൽ നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ ഇതാ ദൈവാത്മാവിനാൽ നിറയണം. അവർ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടെ ശുശ്രൂഷ ചെയ്യണം. അവരുടെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ തിളങ്ങണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവദൂതന്റെ മുഖം പോലെ തിളങ്ങുന്നവരുള്ളപ്പോൾ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കാട്ടുതീ പോലെ നമ്മൾ കത്തിപ്പടരും. പ്രിയപ്പെട്ടവരെ, തീയാകാൻ വിളിക്കപ്പെട്ടവന് 2 ഓപ്ഷൻസ് ഉണ്ട്. തീയാകാൻ വിളിക്കപ്പെട്ടവന് എവിടെയെങ്കിലും ഒരു മെഴുകുതിരിയുടെ അറ്റത്തെ ഒരു ചെറിയ തീനാളമായിട്ട് ഒതുങ്ങിപ്പോകാം. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു കാട്ടുതീയാകാം. കാട്ടുതീക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാട്ടുതീ ഒരു പൊരിയായിട്ടാണ് തുടങ്ങുന്നത്. ഒരു പക്ഷെ ഒരൊറ്റ ശുശ്രൂഷകനിൽ നിന്നാണ് തുടങ്ങുന്നത്, ഒരു വ്യക്തിയിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ കാട്ടുതീ കത്തിപ്പടരുന്നതനുസരിച്ച് കാട്ടുതീയിൽ നിന്നും ചില പൊരികൾ പറന്നു പോയിട്ട് ഒരു പുതിയ തീ സ്റ്റാർട്ട് ചെയ്യും. അതും ഒരു വലിയ തീയായിട്ട് കത്തി പടർന്നു കഴിയുമ്പോൾ അവിടെ നിന്നും ചില പൊരികള്, ചില ചെറിയ കനലുകൾ പറന്നുപോയി ഒരൊറ്റ തീയായിട്ട് തുടങ്ങിയത് 100 കണക്കിന് തീകളായി 100 കണക്കിന് സ്ഥലങ്ങളിൽ ആളിക്കത്തുന്ന തീയായിട്ട് പടരും. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എസ്തഫാനോസിന്റെ മരണം കഴിയുമ്പോൾ, എസ്തഫാനോസിന്റെ രക്തസാക്ഷിത്വം കഴിയുമ്പോൾ ആ ഒരു പീഡന പർവ്വതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതിൽ നിന്നും വരുന്ന ഔട്ട്കം എന്താണെന്ന് അറിയാമോ? 8-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, ചിതറിക്കപ്പെട്ടവർ ഇതാ ശിഷ്യന്മാരൊഴിച്ച് ബാക്കി എല്ലാവരും ചിതറിക്കപ്പെടുക. നമ്മൾ വായിക്കും 8-ാം അധ്യായത്തില്, അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു. അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂദയായിലൂടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. അപ്പസ്തോലന്മാരൊഴികെ എല്ലാവരും യൂദയായിലേക്കും സമരിയായിലേക്കും ചിതറിപ്പോവുക. ഈശോയുടെ വചനം ഓർക്കണം, നിങ്ങൾ ജെറുസലേമിൽ മാത്രമല്ല, ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകണം. ഇതാ ജെറുസലേമിൽ വളരെ സ്മൂത്ത് ആയിട്ട് തുടങ്ങിയ ഒരു സഭ, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ആ ചെറിയ പ്രശ്നമുണ്ടായപ്പോൾ അവർ ശുശ്രൂഷകൾ നിർത്തിയില്ല. അവർ വീണ്ടും കൂടുതൽ കരുത്തോടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഉജ്ജ്വലിച്ചുകൊണ്ട് കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളോടും കൂടെ കൂടുതൽ ആളുകൾ ഇതാ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഇതാ വലിയ പീഡനങ്ങൾ ഉണ്ടാകുന്നു, ഒരു രക്തസാക്ഷിത്വം ഉണ്ടാകുന്നു. ഇതാ രക്തസാക്ഷിത്വം ഉണ്ടാകുമ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി അവരിതാ പുറത്തേക്ക് പോകുവാൻ നിർബന്ധിതരായി. ഇതാ യൂദയായാലും സമരിയായാലും വചനമെത്തി. ഇതാ ലോകത്തിന്റെ അതിർത്തികൾ വരെ വചനമെത്തി. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ മുതൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ജെറുസലേമിൽ പീഡനമുണ്ടായപ്പോൾ മറ്റെല്ലാവരും യൂദയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. 11-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എസ്തഫാനോസിനെ സംബന്ധിച്ചുണ്ടായ പീഡന നിമിത്തം ചിതറിക്കപ്പെട്ടവർ ഫിനീഷ്യ, സൈപ്രസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ വരെ സഞ്ചരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാ ലോകത്തിന്റെ അതിർത്തികൾ വരെ വചനമെത്തി. ചിതറിക്കപ്പെട്ടവർ വചനമെത്തിക്കുക. അവരെങ്ങനെയാ സഞ്ചരിക്കുന്നത്? പേടിച്ചോടി പോവുകയല്ല പ്രിയപ്പെട്ടവരെ, അവർ കിട്ടിയത് വാരിയെടുത്തുകൊണ്ട് പോവുകയല്ല. ചിതറിക്കപ്പെട്ടവർ, 8-ാം അധ്യായം 1-ാം വാക്യം, ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് അടുത്ത സ്റ്റേജ്. നമ്മളെ ചിതറിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിതറിക്കപ്പെടുമ്പോൾ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുവാൻ തയ്യാറാകണം. അതിന് തയ്യാറാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവദൂതന്റെ മുഖം പോലെ തിളങ്ങുന്ന മുഖമുള്ള ശുശ്രൂഷ നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്നവരാകാൻ നമ്മൾ തയ്യാറാകണം. 11-ാം അധ്യായത്തിൽ നമ്മൾ ഇതാ ഇങ്ങനെ വായിക്കുകയാണ്, ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന വ്യക്തികൾ അന്ത്യോക്യയിലെത്തിയപ്പോൾ യഹൂദരോട് മാത്രമായിരുന്നു വചനം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ സൈപ്രസിൽ നിന്നും കിറീനായിൽ നിന്നും ചിലരുണ്ടായിരുന്നു. അവർ അന്ത്യോക്യയിൽ വന്നപ്പോൾ ഗ്രീക്കുകാരോടും കർത്താവായ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. കർത്താവിന്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു. വിശ്വസിച്ചവർ വളരെ പേർ ഇതാ കർത്താവിലേക്ക് തിരിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് അടുത്ത സ്റ്റേജ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ചിതറിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് നമുക്ക് താതാത്മ്യപ്പെടാൻ സാധിക്കും. കാരണം നമ്മളായിരിക്കുന്ന ഈ ദേശത്ത് ജനിച്ചവരോ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കണമെന്ന് ഒരുപക്ഷെ ഒരു 3 തലമുറ മുമ്പോ ഒരു 30 വർഷം മുമ്പോ നമ്മൾ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരോ അല്ല. പല കാരണങ്ങൾ കൊണ്ട്
നമ്മളായിരുന്ന സ്ഥലങ്ങളിൽ നിന്ന്, നമ്മൾ സേഫ് ആയിട്ടിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ചിതറിക്കപ്പെട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാ. ഇവിടെ വന്നിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? വചനം നമ്മൾ പ്രസംഗിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും വചനം പ്രസംഗിക്കണം. യഹൂദരോട് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളോട് മാത്രമല്ല, നമ്മുടെ പള്ളിയിൽ വരുന്നവരോട് മാത്രമല്ല, നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നവരോട് മാത്രമല്ല, എല്ലാവരോടും നമ്മൾ വചനം പ്രസംഗിക്കാൻ തയ്യാറാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അടുത്ത സ്റ്റേജിലേക്ക് നമ്മളുടെ കൂട്ടായ്മകൾ കടന്നു പോകും. 11-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു. 6-ാം അധ്യായത്തിൽ നിങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, സമരിയക്കാർ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ വചനം പറയുന്നത് കേൾക്കുന്ന വ്യക്തികൾ, നമ്മൾ ഇടപെടുവാൻ കർത്താവ് അനുവദിക്കുന്ന വ്യക്തികൾ, അവരെ അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിലേക്ക്, അതായത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടായ്മകളിൽ ആളുകളുടെ എണ്ണം കൂടുക എന്നുള്ളതല്ല, സത്യസഭയായ സഭയിൽ അനേക വിശ്വാസത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ശുശ്രൂഷകളുടെ പരമമായ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ശുശ്രൂഷകളിൽ വരുന്ന ആളുകളുടെ എണ്ണത്തെക്കാൾ കൂടുതലായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ശുശ്രൂഷകളുടെ ഫലമായിട്ട് നമ്മൾ കാണേണ്ടത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് എത്ര പേർ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മടിത്തട്ടിലേക്ക് എത്ര പേർ കടന്നു വരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു KPI ഉണ്ടെങ്കിൽ, ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നമ്മുടെ ശുശ്രൂഷകൾക്ക് ഉണ്ടെങ്കിൽ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരുന്ന വ്യക്തികളുടെ എണ്ണമായിരിക്കും അത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ ഈശോ ഫലമേൽപ്പിക്കുന്നത് സഭയിലാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കത്തോലിക്കരുടെ ഇടയിൽ മാത്രമൊന്നുമല്ല. കത്തോലിക്ക സഭയോട് ബന്ധമില്ലാത്ത സഭാ സമൂഹങ്ങളുടെ ഇടയിലും പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട്. കാരണം അവർ വിളിക്കുന്നത് യേശുവിന്റെ നാമമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും കൃപകളും വരങ്ങളും എല്ലാം ഈ ലോകത്തിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയെയാണ്. കൃപയുടെ ഭണ്ഡാരം ഈശോ ഭരമേൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയെയാണ്. രക്ഷയുടെ പൂർണ്ണത എന്ന് പറയുന്നത്, സത്യത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയാണ്. സഭയിലേക്ക് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ശുശ്രൂഷകളാകണം നമ്മുടെ ശുശ്രൂഷകൾ. സഭയോട് ചേർന്ന് നിന്നുള്ള ശുശ്രൂഷകരാകണം നമ്മളുടെ ശുശ്രൂഷകൾ. അപ്പസ്തോല കൂട്ടായ്മയോട് ചേർന്ന് നിന്നുള്ള, അപ്പസ്തോല അധികാരത്തിന്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള മെത്രാനോടും പുരോഹിതരോടും ഇടവക വികാരികളോടും ചേർന്ന് നിന്നിട്ടുള്ള ശുശ്രൂഷകളാകണം നമ്മളുടെ ശുശ്രൂഷകൾ. ഒരു പാരലൽ സഭയായിട്ട് പോകുവാനായിട്ടല്ല, സഭയെ ശക്തിപ്പെടുത്തുന്ന ഒരു സംവിധാനമായിട്ട്, സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന പുളിമാവായിട്ട് മാറുവാനായിട്ടുള്ള ശുശ്രൂഷകളാകണം നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരൊറ്റ സാധനം വേണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നമ്മൾ നിറയണം. പ്രിയപ്പെട്ടവരെ, ഓരോ ശുശ്രൂഷകനും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറയണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മിൽ വരാൻ നമ്മൾ എത്ര തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുവോ അതിനേക്കാൾ തീവ്രമായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നിരാശപ്പെടുത്താതിരിക്കാം. നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നിരാശപ്പെടുത്താതിരിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് നമ്മുടെ സീനിയോറിറ്റി നോക്കിയിട്ടോ, നമ്മുടെ വിശുദ്ധി നോക്കിയിട്ടോ, നമ്മൾ എത്ര വർഷമായെന്ന് നോക്കിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏത് ശുശ്രൂഷകളാണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടോ ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് വരുന്നത് പരിശുദ്ധാത്മാവ് ആരെ ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയിലേക്കാണ്. പരിശുദ്ധാത്മാവിന് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ അനുവാദമില്ലാതെ ആ വ്യക്തിയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുകയില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ചില ഇൻസ്പിറേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രകടമായിട്ടുള്ള അടയാളങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ കണ്ണടച്ചാൽ ഒരു മാലാഖായയോ, ഒരു കണ്ണടച്ചാൽ ഒരു തീയോ, അല്ലെങ്കിൽ ഒരു കരണ്ടടിക്കുന്ന അനുഭവമോ, അങ്ങനെ ശാരീരികമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെയോ ഒരു ദർശനത്തിലൂടെയോ ഒന്നും ആയിരിക്കില്ല പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ ആത്മാവാ. നിനക്ക് താങ്ങാൻ കഴിയുന്ന ഒരു ദൈവാനുഭവത്തിലൂടെയേ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അനുഭവത്തിന്റെ തീവ്രതയോ അനുഭവത്തിന്റെ രീതിയോ അല്ല പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ അളവുകോൽ.
പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് നിന്റെ ശുശ്രൂഷകളിൽ എന്തുമാത്രം അഭിഷേകം ആവശ്യമുണ്ട് എന്ന് പരിശുദ്ധാത്മാവിന് അറിയാമോ? അത്രമാത്രം അഭിഷേകമാണ്. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. നിന്റെ ശുശ്രൂഷകളിൽ എത്രമാത്രം പരിശുദ്ധാത്മാവിന് വെളിപ്പെടാൻ സാധിക്കുമോ അത്രമാത്രം അഭിഷേകമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് ആസ് എ കൺക്ലൂഡിങ് ഒരൊറ്റ കാര്യം കൂടി പറയണം. അപ്പോസ്തല പ്രവർത്തനം 11-ാം അധ്യായത്തിൽ കൊർന്നേലിയൂസിന്റെ ഭവനത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് വരുന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ അപ്പർ റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് വന്നേ അതേപോലെ തന്നെ ഇതാ വിജാതീയരുടെ ഇടയിലും പരിശുദ്ധാത്മാവ് കടന്നു വന്നിരിക്കുകയാണ്. അപ്പൊ 11-ാം അധ്യായം 44 മുതലുള്ള വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോട് കൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. പത്രോസ് ആദ്യമായിട്ടാണ് ഒരു വിജാതീയനോട് പോയി വചനം പറയുന്നത്. അത് കൊർന്നേലിയോസ് എന്ന് പറയുന്ന ഒരു ശതാധിപനോട്. അവിടെ വെച്ച് കൊർന്നേലിയോസ് പത്രോസ് വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ തന്റെ ഭവനത്തിലുള്ളവരെ എല്ലാം വിളിച്ചുകൂട്ടി ദൈവവചനം കേൾക്കുവാൻ വേണ്ടി ഇത് അവിടെ ദാഹിച്ച് തയ്യാറായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വരികയും അവരെല്ലാവരും പല ഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യുകയാണ്. അപ്പർ റൂമിൽ വെച്ച് അപ്പസ്തോലന്മാർക്ക് കിട്ടിയ അതേ ഭാഷാപരം, അതേ അഭിഷേകം ഇതാ വിജാതീയരായിട്ടുള്ള ഇവരുടെ മേലും വ്യാപരിക്കുന്നു. ഇത് കണ്ടപ്പോൾ പത്രോസിന്റെ കൂടെ വന്നിരുന്നവർ വിസ്മയിച്ചു. 11-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്കും അവിടുന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ്? പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിട്ട്, ഒരുപക്ഷെ നവീകരണത്തിലേക്ക് കടന്നു വന്നിട്ട്, ഒരുപക്ഷെ ഒരു ദൈവവചന ശുശ്രൂഷയിലേക്കോ ഒരു കർത്താവിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ശുശ്രൂഷകളിലേക്കോ നിങ്ങൾ കടന്നു വന്നിട്ട് ഒരുപക്ഷെ നിങ്ങൾ ജൂബിലി ആഘോഷിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അനേക വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷയിലുള്ളവരായിരിക്കാം. അനേക തലമുറകളായിട്ട് നിങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ സഹശുശ്രൂഷകൻ ഇന്നലെ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് കടന്നു വന്ന ഒരു വ്യക്തിയായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനത്തില് പെന്തക്കോസ്താ ദിനം പരിശുദ്ധാത്മാവ് എന്നപ്പോൾ അവർ പല ഭാഷകളിൽ സംസാരിച്ചപ്പോൾ അവിടെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു ഇവർ പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചവരാണെന്ന്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു ലഹരി പോലെയാണ്, ഒരു വീഞ്ഞിന്റെ ലഹരി പോലെയാണ്. വീഞ്ഞ് പഴകും തോറും അതിന് ലഹരി കൂടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് സ്വീകരിച്ച ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത് പഴകും തോറും അതിന് ലഹരി കൂടി വരുന്നുണ്ട്. പക്ഷേ ഇന്നലെ വന്ന വ്യക്തി, ഈ അടുത്തയിടയിൽ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന വ്യക്തി, അവൻ സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനും ലഹരിയുണ്ട്, പുതുവീഞ്ഞിനും ലഹരിയുണ്ട്. പ്രിയപ്പെട്ടവരെ, പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ വേണം ഒഴിച്ചു വെക്കാൻ. നമ്മൾ പഴയ തോൽക്കുടങ്ങളാണെങ്കിൽ അതിലേക്ക് പുതിയ വീഞ്ഞുകൾ ഒഴിച്ചു വെക്കരുത്. നമ്മളാകുന്ന തോൽക്കുടങ്ങൾ, നമ്മളാകുന്ന പഴകിയ തോൽക്കുടങ്ങൾ അത് കീറിപ്പോകും, അത് പൊട്ടിപ്പോകും, വീഞ്ഞ് ഒഴുകിപ്പോകും, അഭിഷേകം ഒഴുകിപ്പോകും. പ്രിയപ്പെട്ടവരെ, പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ കൊടുക്കുവാൻ നമ്മളുടെ ശുശ്രൂഷകളിൽ, നമ്മളുടെ കൂട്ടായ്മകളിൽ നമ്മൾ തയ്യാറാകണം. എന്ന് പറയുന്നത് കൊണ്ട് പഴയ വീഞ്ഞിന് ഇനി ഇവിടെ സ്ഥാനമില്ല എന്നല്ല. പഴകിയ വീഞ്ഞിന് വീര്യമുണ്ട്. വിന്റേജ് എന്ന് പറയുന്ന ഒരു വൈനുണ്ട്, വിന്റേജ്. അതിന് ഭയങ്കര വിലയാണ്. അതങ്ങനെ എപ്പോഴും എടുത്ത് ഉപയോഗിക്കില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ, ഏറ്റവും VIPs വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കുന്നതാണ്. കാനായിലെ കല്യാണത്തിന് പറഞ്ഞിട്ടില്ലേ, നല്ല വീഞ്ഞ് നീ മാറ്റിവെച്ചല്ലോ എന്ന്. അങ്ങനെ മാറ്റിവെക്കുന്ന ഒരു നല്ല വീഞ്ഞായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, വിന്റേജ് വൈനായിട്ട്, പഴയ തോൽക്കുടങ്ങളായിട്ട് ഓരോ കൂട്ടായ്മയിലും ആ കൂട്ടായ്മയെ വളരെയധികം ലഹരി പിടിപ്പിക്കുവാൻ, ആ കൂട്ടായ്മയിൽ വലിയ അഭിഷേകം ഉണ്ടാകുവാൻ വേണ്ടിയപ്പോൾ നമുക്ക് ഇറങ്ങണം. അല്ലാത്തപ്പോൾ പുതിയ വീഞ്ഞിന്, പുതിയതായിട്ട് കടന്നു വരുന്ന ശുശ്രൂഷകൾക്ക്, പുതിയതായിട്ട് കടന്നു വരുന്ന വ്യക്തികൾക്ക് അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് വീർപ്പ് മുട്ടുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് പകരുവാനായിട്ട്, നമ്മുടെ കൂട്ടായ്മയിലേക്ക് പങ്കുവയ്ക്കുവാനായിട്ട്, ഈ അഭിഷേകത്തിന്റെ പങ്കുവയ്ക്കലിന്റെ അഭിഷേകത്തിന് വേണ്ടി ഈ പെന്തക്കോസ്താ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ പെന്തക്കോസ്തായുടെ ഓർമ്മ നമ്മൾ ആചരിക്കുകയാണ്. ഈ പെന്തക്കോസ്തായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ജൂബിലി വർഷത്തിലെ പെന്തക്കോസ്തായാണ്. ഈ ജൂബിലി വർഷം ഒരുപക്ഷെ അടുത്ത ജൂബിലിക്ക് നമ്മളൊക്കെ ഇവിടെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എന്തിനേറെ പറയുന്നു, അടുത്ത പെന്തക്കോസ്തായ്ക്ക് നമ്മൾ ഇവിടെ ഉണ്ടാകുമോ എന്നറിയില്ല. ഈ പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവിനെ നിരാശരാക്കരുത്. ഈ പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അഗ്നിനാവായി ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്.
നിന്റെ മേൽ അഗ്നിനാവായി ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിന്റെ മേൽ ഒരു ബക്കറ്റിൽ തണുത്ത വെള്ളം കോരി ഒഴിക്കരുത്. നിന്റെ മേൽ കൊടുങ്കാറ്റായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിനെ നീ ബലം പിടിച്ചിരുന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. നിന്നെ എടുത്തുയർത്തി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിനോട് മല്ല് പിടിക്കരുത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു കാട്ടുതീയാക്കി മാറ്റട്ടെ. പ്രിയപ്പെട്ടവരെ, അൾത്താരയുടെ മുൻപിൽ കത്തുന്ന ഒരു മെഴുകുതിരി, ആ മെഴുകുതിരിയുടെ ജന്മം സാഫല്യമായി എന്ന ആ മെഴുകുതിരി വിചാരിക്കും അതാ മെഴുകുതിരിയുടെ നിയോഗമാണ്. എന്നാൽ കാട്ടുതീയായിട്ട് കത്തിപ്പടരാൻ വേണ്ടി നിയോഗമുള്ള ഒരു തീനാളം ആ അൾത്താരയുടെ മുൻപിലേക്ക് ചെല്ലുവാൻ പാടില്ല. അത് ആ അൾത്താരയെ നശിപ്പിക്കും, അത് നിന്റെ നിയോഗത്തെയും നശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, പുറത്ത് കത്തേണ്ടവൻ പുറത്ത് കത്തണം. കാട്ടുതീയായിട്ട് കത്തേണ്ടവൻ കാട്ടുതീയായിട്ട് കത്തണം. അൾത്താരയിൽ കത്തേണ്ടവൻ അൾത്താരയിൽ കത്തണം. വിവേചന വരം ഉപയോഗിക്കാൻ, ശുശ്രൂഷ വരങ്ങളാൽ നിറയാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും നിറയുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ, അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ ചെന്ന് ആൾക്കൂട്ടത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം തന്നെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് രഹസ്യമായിട്ട് ശുശ്രൂഷ ചെയ്യുവാനും കർത്താവ് നിങ്ങളെ വ്യക്തികൾ എന്ന നിലയിലും ശുശ്രൂഷകൾ എന്ന നിലയിലും കൂട്ടായ്മകൾ എന്ന നിലയിലും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാപിയായ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ശുശ്രൂഷകളെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ വയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സേവകൻ പട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ ഈ പെന്തക്കോസ്താ ദിവസം ഒരു പ്രത്യേകമായിട്ടുള്ള അഭിഷേകം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.